എൻ്റെ സിനിമയിലൂടെ വന്ന ആളുകൾ, ടെക്നീഷ്യൻസായിട്ടും ആർട്ടിസ്റ്റായിട്ടും 162 പേരുടെ കരിയറിന്റെ തുടക്കം എൻ്റെ സിനിമകളിലൂടെയായിരുന്നു. ഈ കാട്ടുകുതിര എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം PG വിശ്വംഭരൻ സിനിമയാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും രാജൻ പി ദേവ് രാജേട്ടൻ ആ റോള് തനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കലക്കിയ ക്യാരക്ടറാണത്. പക്ഷെ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്ത് തിലകേട്ടനായിരുന്നു. ഈ സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത പുള്ളി വായിക്കില്ല. അത് പുള്ളി ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ചെയ്യുന്ന പോലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഉറക്കെ വായിക്കാൻ പറയും. എന്നിട്ട് ഇങ്ങനെ കേട്ടിരിക്കും. ഞാൻ വെറുതെ കൈകൊണ്ട് വെച്ചു എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് കാണിച്ചു, ഫ്ലൈറ്റിന് പോവുകയാണെന്നാണ് കാണിച്ചത്. പക്ഷെ ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുന്നത്, എൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ പിക്ചർ എവിടേക്കാ പോണെന്ന് വെച്ചപ്പോൾ മുകളിലേക്കാണെന്ന് കാണിക്കുന്ന ആ ആക്ഷനാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. രാജൻ പി ദേവിന് ഞാൻ അസോസിയേറ്റ് ആയിരിക്കുന്ന അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന കാലത്തെ അറിയാം ഒരുപാട്. ആ കാലത്ത് അദ്ദേഹം പെട്ടെന്ന് ഇന്ദ്രജാലം എന്ന് പറയുന്ന തമ്പി കണ്ണന്താനം സാറിന്റെ സിനിമയിലെ വില്ലൻ വേഷം ചെയ്തിട്ട് അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമായിരുന്നു. കാർലോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഭയങ്കര ക്ലിക്കായി. ഞാനാ കാർലോസ്. കണ്ടോ ഞെട്ടിപ്പോയി. കാർലോസ് എന്ന പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി. അപ്പൊ അതിനു മുമ്പ് രാജൻ പി ദേവനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാട്ടുകുതിര എന്ന് പറയുന്ന നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻ ഹിറ്റായിട്ട് ഓടിയിട്ടുള്ളതാണ് കാട്ടുകുതിര. അപ്പൊ അതിലെ കഥാപാത്രം ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര പോപ്പുലറാണ്. അതൊരു ഭയങ്കര കമേഴ്ഷ്യൽ സിനിമ പോലെ ഹിറ്റായ ഒരു നാടകമായിരുന്നു. നല്ല തമാശക്കുള്ള ഒരു നാടകമായിരുന്നു. ആ നാടകം ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ട്. രാജേട്ടന്റെ ജൂബിലി എന്ന് പറയുന്ന നാടക ഗ്രൂപ്പാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജൂബിലി എന്ന് പറയുന്ന നാടക സംഘത്തിന് വേണ്ടിയിട്ട് ബെന്നി പി നായരമ്പലം എഴുതിയ അറബിക്കടലും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ നാടകമാണ് ഞാൻ പിന്നീട് ചാന്തുവട്ട് എന്ന് പറയുന്ന സിനിമയാക്കിയത്. എൻ്റെ ഒരു സിനിമയിലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. ചാന്തുവട്ടിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പങ്ങളാണല്ല വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്. അപ്പം ഈ കാർലോസ് എന്ന് പറയുന്ന സിനിമയില്, ഇന്ദ്രജാലം എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്നതിന് മുൻപ് ഈ കാട്ടുകുതിര എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം PG വിശ്വംഭരൻ സിനിമയാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും രാജൻ പി ദേവ് രാജേട്ടൻ ആ റോള് തനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കലക്കിയ ക്യാരക്ടറാണത്. പക്ഷെ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്ത് തിലകേട്ടനായിരുന്നു. നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കുടംപുള്ളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കുടംപുള്ളി ഇട്ടാണ് പെരുമാറണമെന്ന് തെളിഞ്ഞ ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ. ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു. ഇന്നോ മേന്തെങ്ങ് ചില്ലിത്തെങ്ങ്. ഒവ്വ. എന്തേ? ഒവ്വ. അപ്പൊ എനിക്ക് വഴിത്തിരിവുണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ കഥാപാത്രം കാട്ടുകുതിരയിലെ കൊച്ചുവാവയാണ്. നിർഭാഗ്യവശാൽ സിനിമയായപ്പോൾ കൊച്ചുവാവയ്ക്ക് ചായമിടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു അദ്ദേഹത്തിന് ആ റോള് കയ്യിൽ നിന്ന് പോയത്. പക്ഷെ ദൈവം ഓരോരുത്തർക്ക് ഒരു സമയവും വിധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പൊ ചില വളരെ കഴിവുള്ള ചില ആളുകൾക്ക് അവര് അതിയായി ആഗ്രഹിച്ച സമയത്തൊന്നും സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അവസരം കിട്ടിയുമ്പോൾ അത് ക്ലിക്കാവുകയും അവര് ഭയങ്കര പോപ്പുലറായി മാറുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഫീലിങ്ങിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ നാന എന്ന് പറയുന്ന പത്രത്തിലെ വീക്ക്ലിയിൽ ഞാൻ എൻ്റെ ദുഃഖം എഴുതി. ഇത് വായിക്കാനിടയായ തമ്പി കണ്ണന്താനവും ഡെന്നീസ് ജോസഫും എന്നെ ഇന്ദ്രജാലം എന്ന സിനിമയിലേക്ക് മോഹൻലാൽ നായകൻ കാർലോസായിട്ട് ക്ഷണിച്ചു. ആ കാർലോസാണ് സിനിമാ ജീവിതത്തിൽ എൻ്റെ വഴിത്തിരിവ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വിധിയുടെ ഒരു ഇടപെടൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിധിയുടെ ഒരു തീരുമാനം സിനിമയിലേക്ക് വരാൻ ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ സിനിമയിലേക്ക് വരുന്നത്. ഞാൻ എപ്പോഴും അവസരം ചോദിച്ച് വരാറുള്ള ആൾക്കാരോട് അതാ പറയാം. ഞാൻ എൻ്റെ സിനിമകളിലൂടെ 162, അത് ഈ അടുത്ത്
എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത പുതിയ കുട്ടികൾ അവരതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു, ആദ്യത്തെ സിനിമ തൊട്ടിട്ട് അവസാനത്തെ സിനിമ വരെ. ഞാൻ അതൊരു സീരീസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ സിനിമയിലൂടെ വന്ന ആളുകൾ ടെക്നീഷ്യൻസ് ആയിട്ടും ആർട്ടിസ്റ്റായിട്ടും 162 പേരുടെ കരിയറിന്റെ തുടക്കം എൻ്റെ സിനിമകളിലൂടെയായിരുന്നു. അപ്പൊ ഞാനാണ് 162 പേരുടെ ജീവിതം മാറ്റിയത്, അല്ലെങ്കിൽ ഞാൻ 162 പേരെ രക്ഷിച്ചു എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അവർക്ക് സിനിമയിൽ വരേണ്ട ഒരു സമയമായപ്പോൾ എൻ്റെ സിനിമ അതിനൊരു നിമിത്തമായി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമ രാജൻ പി ദേവിന്റെ സിനിമ എൻട്രിക്ക് ഒരു നിമിത്തമായി. ഇലക്ഷനൊക്കെ ജയിച്ച് താൻ അണക്കെട്ട് മന്ത്രി ആയപ്പോ ലോഡ് കണക്കിന് സിമന്റ് നമ്മൾ 3 പേരും കൂടെ അങ്ങനെ വിഴുങ്ങി ഷാപ്പിട്ടോണ്ടിരിക്കുന്ന രംഗം. സത്യത്തിലെ 16 വർഷം കൊണ്ട് 542 സിനിമ അഭിനയിച്ചതിൽ 400 സിനിമകളും വില്ലനാണ് ഞാൻ. അതെല്ലാം ഈ കാർലോസിന്റെ ഹാങ് ഓവർ വന്നതാണ്. ഈ എന്നെ കഴിഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേ? നമുക്ക് നടക്കടാ പുല്ലേ. ഇന്നും കൂടെ നീ യൂണിഫോം ഇട്ട് മീശയും പിരിച്ച് മസിലും പിരിപ്പിച്ച് നടന്നോ, അവറാച്ചൻ നിന്റെ തൊപ്പ് ചേർപ്പിക്കൂടാ പരമ മോനെ. ഈ കേസൊന്ന് തീരട്ടടോ, അവനെ ക്രിമികടി ഞാൻ തീർത്തു തരാം. മേലിലാ നാക്കൊണ്ട പൊട്ടി അവൻ ആരെയൊന്നും പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഓടി നടന്ന് അഭിനയിച്ചു. എന്റെ കർത്താവേ, പൂക്കോയുടെ ഡിംപിൾ സ്കോച്ചിന്റെ ഒരു പവറേ. ഞാൻ ചെറുക്കന്റെ കൊച്ചാപ്പന മണിമല വക്കച്ചൻ. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്രികളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നേ. ഇത് ഞാൻ പറയത്തില്ല, വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വല്ലീശോ. എടാ, ആരാണ് പണിതിട്ട കൊട്ടാരം പോലത്തെ കെട്ടിടം മാത്രമേ ഉള്ളൂ. എനിക്ക് നാണമില്ലടാ. ഞാൻ നാണിച്ചാലേ എന്റെ കൊച്ചുങ്ങൾക്ക് വിശക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ അരിക്കാച്ചിന് വേണ്ടി ഏത് ചെറ്റത്തരവും ഞാൻ കാണിക്കും. ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അതിപ്പോ വർഗീസ് മന്ത്രി മാത്രം വരുന്നുള്ളൂ വിചാരിച്ചല്ലേ ഞാൻ എയർപോർട്ടിലെത്താഞ്ഞത്. ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങും തെങ്ങാതെ കൂടിങ്ങി പോരുമെന്ന് ആരറിഞ്ഞു? തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ? കൊച്ചു കഴിവറ മോനെ. അയ്യേ രോമം. എന്നിട്ട് ആരാച്ച അത് എന്റെ ഒരു ഫ്രണ്ട്. എത്രയൊക്കെ വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. നീ അടിക്കാൻ പറഞ്ഞ പറഞ്ഞ അടിക്കുവാ. എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ. അയ്യേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയി. അപ്പൊ ആ കാലത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന മിക്കവാറും മറ്റ് ഡയറക്ടേഴ്സിന്റെ സിനിമകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽ സാറിന്റെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാജേട്ടനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് KK ഹരിദാസിന്റെ കൊക്കരക്കോ എന്ന് പറഞ്ഞ പടം, അതിൽ ഒരു പ്രധാന റോളിൽ രാജേട്ടൻ ഉണ്ടായിരുന്നു. എന്തോ മുതലാളി എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ, മുതലാളി വാങ്ങി പോയാ? ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാണെന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പോ എന്നെയും വിഴുങ്ങുവോ? കൊച്ചു രീതി കള്ളത്തരം കാണിച്ചു കാണിച്ചാൽ വലിയ കള്ളന്മാരായിത്തീരുന്നു. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലായി പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. കമൽ സാറിന്റെ അഴകിയ രാവണനിൽ ഒരു നല്ല ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരുന്നു. കുട്ടിശങ്കര, എന്നാലും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല. തമ്പിച്ചായന്റെ മാന്ത്രികം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മോളെ, പ്രായമായ നിന്നെ പോലൊരു പെൺകുട്ടിയോട് അവന് കിടക്ക വിരിക്കാൻ പറഞ്ഞപ്പോ ഇത്ര ആണുങ്ങളുണ്ടായിട്ടും അവരെ 2 പൊട്ടിക്കാൻ ഇവരെ ഉണ്ടായിരുന്നു. അവന്മാർ ഇനിയും വരും. പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കണം. അദ്ദേഹം അഭിനയിക്കാത്തല്ല, അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ ആ കാലത്ത് ഹിറ്റായിരുന്നു. ഹിറ്റാവുന്ന സിനിമകളിലൊക്കെ രാജേട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തമിഴിലും തെലുങ്കിലും ഒക്കെ അവസരങ്ങൾ കിട്ടി. മലയാളത്തില് വില്ലൻ റോളുകളിൽ നിന്ന് ക്യാരക്ടർ റോളുകളിലേക്കും അച്ഛൻ്റെ കഥാപാത്രങ്ങളിലേക്കും ഒക്കെ അദ്ദേഹത്തിന് സ്ഥാനമാറ്റം ഉണ്ടായി. ഈ രാജസേനൻ സാറിന്റെ ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന് പറഞ്ഞ പടത്തില് പുള്ളിയും നരേന്ദ്രപ്രസാദ് സാറും ഒരുമിച്ച് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ, അനിയൻ ബാവയും ചേട്ടൻ ബാവയും ആരാണെന്ന് നീ അറിയും.
അങ്ങനെ ഒരുപാട് സിനിമകൾ, തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ ഭയങ്കര ബിസിയായി. അപ്പൊ അവസാന സമയങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞ ഒരു ഡയബറ്റിക് ആയിരുന്നു, ഭയങ്കര ഡയബറ്റിക് ആയിരുന്നു. അപ്പോ എന്നോട് അദ്ദേഹത്തെ വെച്ച് അവസാന കാലത്ത് സിനിമ ചെയ്ത ഡയറക്ടേഴ്സിൽ ചിലർ പറഞ്ഞു, പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കാരൊക്കെ എന്നോട്, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ രാജേട്ടന്റെ കാര്യമായിട്ട് കാഴ്ചയ്ക്ക് ബാധിച്ചിട്ടുണ്ട്, ഷുഗർ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ട്. പലതും അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം പക്ഷെ അഭിനയത്തിന്റെ ഒരു മികവ് കൊണ്ട് അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം ഈ സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത പുള്ളി വായിക്കില്ല. അത് പുള്ളി ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ചെയ്യുന്ന പോലെ അസിസ്റ്റന്റ് ഡയറക്ടറോട് ഉറക്കെ വായിക്കാൻ പറയും, എന്നിട്ട് ഇങ്ങനെ കേട്ടിരിക്കും. അപ്പൊ പുള്ളിക്കണ്ട് വായിച്ചോട്ടെ, ചേട്ടൻ വായിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവില്ലേ? അതൊന്നും വേണ്ട, അതാ വായിച്ചാൽ മതി പറയും. വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അക്ഷരങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ആ കാലത്ത് എന്നാണ് പറയുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത്. ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എവിടുന്നോ ഇങ്ങനെ പാലക്കാട്ടേക്ക് പോവാണ്. അപ്പൊ വൈറ്റില ജംഗ്ഷനിൽ എൻ്റെ വണ്ടി നിർത്തിയപ്പോൾ തൊട്ട അടുത്ത് രാജേട്ടന്റെ കാറ് വന്ന് നിന്നു. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ്, ഞാൻ ഡ്രൈവ് ചെയ്തത്. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കാറിൽ ഡ്രൈവറുടെ വലത്തെ സൈഡിൽ ഫ്രണ്ട് സീറ്റിലാണ് രാജേട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം ട്രാഫിക്കിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ കൈകൊണ്ട് വെച്ചു, എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് കാണിച്ചു, ഫ്ലൈറ്റിന് പോവുകയാണെന്നാണ് കാണിച്ചത്. പക്ഷെ ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുന്നത്, എൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ പിക്ചർ എവിടേക്കാ പോണെന്ന് വെച്ചപ്പോൾ മുകളിലേക്കാണെന്ന് കാണിക്കുന്ന ആക്ഷനാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്.